രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിയുടെ പ്രസക്തിയെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ ജോയ് കള്ളിവയലിൽ. മുന്നണി വിപുലീകരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് കേരള കോൺഗ്രസ്, മാണി, ആർ.ജെ.ഡി എന്നിവയെ ലക്ഷ്യം വെച്ചാണ് എന്നത് വ്യക്തമാണെന്നാണ് ജോയ് കള്ളിവയലിൽ പറയുന്നത്. അവർക്ക് യു.ഡി.എഫിലേക്കാൾ കൂടുതൽ പരിഗണന എൽ.ഡി.എഫിൽ കിട്ടുന്നുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റം അവർ ചിന്തിക്കുമെന്ന് കരുതേണ്ട സാഹചര്യമില്ലെന്നും ജോയ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി FB പോസ്റ്റ് പറയാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയം നേടിയതിൽ യു.ഡി.എഫും പ്രതീക്ഷിക്കാത്ത തോൽവിയിൽ എൽ.ഡി.എഫും ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസേന വിജയിക്കുമെന്ന് കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസ് അനുകൂല സാമൂഹ്യ മാധ്യമ എഴുത്തുകാരൻ നടത്തുന്ന പ്രചരണം കൃത്യമായ അജണ്ടയോടെയാണ്. പ്രാദേശിക തലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ശബരിമല വിഷയം ആളിക്കത്തിച്ചു നിർത്താൻ കഴിയുമോ എന്നത് കണ്ടറിയണം. വർഗീയ പ്രസ്താവനകൾ വഴി മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളിയെ ചേർത്തു നിർത്തിയ പിണറായിയുടെ തന്ത്രം പാളിയെന്നത് വ്യക്തം. ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്താനുള്ള BJP തന്ത്രം തിരുവനന്തപുരത്തെങ്കിലും വിജയിച്ചു എന്നത് കാണാം. രണ്ടിലവാടി കേരള കോൺഗ്രസ് മാണിക്ക് ഇനി യു.ഡി.എഫിൽ ചേരുകയെ നിവൃത്തിയുള്ള എന്ന പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ അപഹസിക്കാൻ BJP ഉപയോഗിക്കുന്ന ശൈലി കേരളത്തിൽ കോൺഗ്രസുകാർ ജോസ് കെ മാണിക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. KCM തകർന്നു എന്ന വാദം എത്ര കണ്ട് ശരിയാണ് എന്നത് ഇനി നോക്കാം. പാലാ അസംബ്ലി മണ്ഡലത്തിൽ സീറ്റ് നില യു.ഡി.എഫ് 91, LDF 87 എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചിക ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും. അവിടെ കേരളത്തിൽ ഇരു മുന്നണികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. 10ൽ താഴെ സീറ്റുകളിൽ മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് മാറില്ലെന്ന് ആർക്കും പറയാനാവില്ല. പരാജയ കാരണങ്ങൾ കണ്ടുപിടിച്ചു തരുത്താൻ CPM-ന് സമയവും കഴിവുമുണ്ടെന്ന് എതിരാളികൾക്ക് പോലും അറിയാം. പൂസാവാൻ കള്ള് വേറെ കുടിക്കണമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം. മുന്നണി വിപുലീകരിക്കണമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ്, മാണി, ആർ.ജെ.ഡി എന്നിവയെ ലക്ഷ്യം വെച്ചാണ് എന്നതും വ്യക്തം. അവർക്ക് യു.ഡി.എഫിലേക്കാൾ കൂടുതൽ പരിഗണന എൽ.ഡി.എഫിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മുന്നണി മാറ്റം അവർ ചിന്തിക്കും എന്ന് കരുതേണ്ട സാഹചര്യമില്ല. 2010-ൽ ഇതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിൽ 100 സീറ്റ് നേടുമെന്നായിരുന്നു പ്രചരണം. കിട്ടിയത് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രം. ജോസ് കെ മാണിയുടെ പ്രസക്തി വ്യക്തം. KM മാണി ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവളെ വിവാഹം ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹം തോന്നും. കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് നേടിയ നേട്ടങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ജനങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ പോലും വികാരപരമായി വോട്ട് ചെയ്യുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് നൽകുന്ന പാഠം. മെത്രാന്മാരെ അരമനകളിൽ ചെന്ന് കാണുന്ന രീതി ഇടതുമുന്നണിക്കില്ല. അവരിൽ ചിലർ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നതിൽ അത്ഭുതവുമില്ല. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവർ മോഡിയെയും ഷായെയും വരെ കുമ്പിട്ട് വണങ്ങുന്നത് നമ്മൾ കണ്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വളർച്ചയ്ക്ക് തടയിടുക എന്നതായിരിക്കണം ഇരു മുന്നണികളുടെയും പ്രധാന അജണ്ട. മേശയുദ്ധത്തിലെ കുറുനരിയെ പോലെ രക്തം കുടിക്കാൻ അവർ കാത്തിരിക്കുകയാണ്. മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത ചിലർക്ക് കേരള രാഷ്ട്രീയം മാത്രമാണ് പ്രധാനമെന്നതും മറക്കാനാവില്ലെന്നും ജോയ് കള്ളിവയലിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു.